പാചക തൊഴിലാളികൾക്ക് വേതനം വീണ്ടും മുടങ്ങി. 2024 ഒക്ടോബർ മുതൽ 2025 ജനുവരി വരെയുള്ള 4 മാസത്തെ വേതനമാണ് മുടങ്ങിയിരിക്കുന്നത്. ഓരോരുത്തർക്കും 13,200 രൂപയാണ് ഓരോ മാസവും ലഭിക്കേണ്ടത്. കടം മേടിച്ചാണ് കുട്ടികൾക്ക് അന്നം വിളമ്പുന്ന തൊഴിലാളികളുടെ വീടുകളിൽ അന്നത്തിന് വഴിതേടുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അന്നം വെച്ച് വിളമ്പുന്ന പാചക തൊഴിലാളികളുടെ അന്നം മുട്ടിയിട്ട് 4 മാസം കഴിഞ്ഞു. 2024 ഒക്ടോബർ മാസം മുതൽ 2025 ജനുവരി വരെയുള്ള വേതനം ഇവർക്ക് ലഭിച്ചിട്ടില്ല. ശരാശരി 22 പ്രവൃത്തി ദിനം ലഭിക്കുന്ന തൊഴിലാളികളുടെ ദിവസവേതനം 600 രൂപയാണ്. ഇതനുസരിച്ച് 22 ദിവസത്തിന് 13,200 രൂപയാണ് ഒരു മാസം ഇവർക്ക് ലഭിക്കുക. ജില്ലയിൽ 503 പാചക തൊഴിലാളികളാണുള്ളത്. സംസ്ഥാനമാകെ 17,000 തൊഴിലാളികളും ഇതിൽ 90% സ്ത്രീകളുമാണ്. 500 കുട്ടികൾക്ക് ഒരാൾ എന്ന അനുപാതത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. ദിവസവേതനമല്ലാതെ PF, ഗ്രാറ്റുവിറ്റി, ഇൻഷുറൻസ്, ചികിത്സാ ചെലവ് ഇവയൊന്നും ഇവർക്കില്ല. കൂടാതെ 6 മാസത്തിൽ ഒരിക്കൽ മെഡിക്കൽ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. ഇതിനായി ഓരോ തവണയും 2,000 രൂപ മുതൽ 3,000 രൂപ വരെ ചെലവാകും. എന്നാൽ ഇതിനൊന്നും പ്രത്യേക ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുവദിക്കുന്നുമില്ല. ഇത്തരം സാഹചര്യത്തിൽ ദിവസവേതനം കൂടി മുടങ്ങിയതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ടീച്ചർമാരുടെ സഹായത്തോടെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇത്രയും പെട്ടെന്ന് ശമ്പളം തന്നെ പറ്റുള്ളൂ. തന്നെയായി എല്ലാവരും കൂടുതലും വിധവകളെ കഞ്ഞി വയ്ക്കാൻ പറ്റുന്നവരെ ഭർത്താക്കന്മാരുള്ളൊരു ചുരുക്കത്തിലാണ്. ഇതുകൊണ്ടല്ലേ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. നിലവിലെ സർക്കാർ ഭരണത്തിലേറിയതു മുതൽ കുടിശ്ശിക വരുത്തി മാസങ്ങൾ കഴിഞ്ഞാണ് വേതനം ലഭിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി ഇവർക്ക് ശമ്പളമില്ലാതെ വലിയ കടക്കണിയിലാണ് ഓരോ തൊഴിലാളികളും. കടകളിൽ നിന്ന് കടം മേടിച്ച് മടുത്തു കഴിഞ്ഞു. ചില അധ്യാപകരുടെ സഹായം കൊണ്ടാണ് ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നത്. അടിയന്തരമായി കുടിശ്ശിക തുക നൽകുകയും വേതനം കുടിശ്ശികയില്ലാതെ അതാത് മാസം തന്നെ വിതരണം ചെയ്യണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.